ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ്. അപ്പോൾ ഇന്ന് പുറത്ത് നല്ല മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. ഇന്ന് പതിവില്ലാണ്ട് നല്ല ചൂടൊക്കെ കഴിഞ്ഞ ശേഷം ചെറിയൊരു മഴയൊക്കെ പെയ്തു. അപ്പോൾ ചെറിയൊരു തണുത്ത ഫീലിംഗ് ഒക്കെ ഉണ്ട്. അന്നേരം വിചാരിച്ചു ചൂടോടെ എന്തായാലും വൈകുന്നേരം കഴിക്കാം, ദോശ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദോശ മാവില്ല, അപ്പോൾ അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു. അന്നേരം ഞാൻ ഓർത്തു റാഗി ദോശ ഉണ്ടാക്കിയാലോ എന്ന്. റാഗി ദോശ വളരെ ടേസ്റ്റാണ്. അപ്പോൾ റാഗിയും കുറച്ച് ഗോതമ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് റാഗി ദോശയും ചട്നിയും കൂടെ കഴിച്ച് നോക്കിയാലോ. നല്ലതാണ്. അപ്പോൾ ഈ ചൂടോടുകൂടി കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് റാഗി പൗഡറാണ്. റാഗി പൗഡർ നമ്മൾ മോറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൽ നമുക്ക് 2 സ്പൂണ്, നമ്മുടെ ആവശ്യത്തിന് എത്ര പേർക്ക് കഴിക്കാനാണോ അത്രയും രീതിയിലുള്ള നമുക്ക് 2 പേർക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ഇത്രയും ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂണും ഒരു 1/4 സ്പൂണും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. ആശീർവാദിൻ്റെ നമ്മുടെ ആട്ടയില്ലേ, അതാണ്. നിങ്ങൾക്ക് അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു 1 സ്പൂൺ എടുത്താൽ മതി. അത് മറ്റേതിൻ്റെ നമ്മുടെ റാഗി പൗഡറിൻ്റെ സെയിം അളവ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 1 സ്പൂൺ, ഇത് നിറച്ച് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി എടുക്കും. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റാഗി ദോശയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ പൊടിയെല്ലാം എടുത്തു. അപ്പോൾ നമ്മുടെ ദോശമാവൊന്നും അല്ല, നമ്മൾ ഇന്നലെ ഒന്നും അരച്ച് വെച്ചതല്ല. അപ്പോൾ നമ്മൾ സാധാരണ അരച്ചപ്പോൾ ചെറിയൊരു പുളി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പം ഇതിനകത്ത് ശകലം തൈര് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ പുളിയുടെ അനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ ഒഴിച്ചു വെച്ച തൈരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി കുറവുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുത്തു. നമുക്കിത് കലക്കിയെടുക്കാം. നോർമൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തവി കൊണ്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. അപ്പം നമുക്ക് ഇത് റാഗി നമുക്ക് മാവ് കലക്കി വെച്ച ശേഷം നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചമ്മന്തി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടിട്ട് ചൂടോടുകൂടി കഴിക്കാമല്ലോ. അപ്പം നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ കലക്കി വെച്ചത് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ദോശ നല്ലപോലെ ഒന്ന് സ്മൂത്ത് ആവും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ്. നമുക്ക് പൊടിയാന്ന് പറഞ്ഞാൽ തന്നെ റാഗി പൗഡർ ചെറുതായിട്ട് വെക്കുമ്പോൾ ഒരു ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ബാറ്റർ നമുക്ക് പാത്രത്തിലേക്ക് തന്നെ, സെയിം പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ദോശമാവ് നമുക്കങ്ങോട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ചമ്മന്തിയാണ്. തേങ്ങാ ചമ്മന്തി നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ട് ചൂടോടെ കഴിക്കാം. അപ്പോൾ അത് നമുക്ക് ചമ്മന്തി അരച്ച് വയ്ക്കാം. ചിരകി വെച്ച തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇന്ന് എടുക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടി യൂസ് ചെയ്യത്തില്ല. പച്ചമുളക് അരയ്ക്കും. പച്ചമുളകും ഇഞ്ചിയും ഒരു കഷ്ണം ചെറിയ വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നമുക്ക് വെള്ളച്ചമ്മന്തി അരച്ചെടുക്കാം. അപ്പം ഈ ദോശയ്ക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ പോലൊക്കെ വരും നമ്മുടെ റാഗി ആയതുകൊണ്ട്. അപ്പോൾ അതിന് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെള്ളച്ചമ്മന്തിയാണ്. ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് അരഞ്ഞു വന്നോളും. പിന്നെ ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി. ഒരു ഉള്ളി ഞാൻ എടുത്ത് വെച്ചേക്കും കടു വറുക്കാൻ നേരം നമുക്ക് ആ ഉള്ളി ചേർത്ത് കടു വറുക്കാം. അപ്പോൾ അതുകൊണ്ട് കഴുകി എടുത്ത് വെച്ചേക്കുന്ന ഉള്ളിയിൽ ഒരെണ്ണം ഞാൻ അരയ്ക്കാതെ മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ എല്ലാം എടുത്തു വെച്ചു. നമുക്കിത് അരച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. കുറുകിയ ചമ്മന്തി കേട്ടോ, ഒരുപാട് വെള്ളം വേണ്ട. നന്നായിട്ട് കുറുകിയ ചമ്മന്തി, ഒരുപാട് അങ്ങനെ ചാറാകുന്നില്ല. അപ്പം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട. വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് അരച്ച് കഴിഞ്ഞ് കടു പൊട്ടിക്കുമ്പോൾ വെള്ളം ചേർത്താൽ മതി. അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചെടുത്തു. ഇതാ നല്ല കുറുകിയ ചമ്മന്തിയാണ്. നമുക്ക് ഇതിന് കടു പൊട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായി. പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി ഓയിലൊക്കെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഒരു ഉള്ളി മാറ്റിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില.
നമ്മുടെ അരച്ച് വെച്ച് നമ്മുടെ ചമ്മന്തി എടുക്കുക. ഒന്ന് ഇളക്കി നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കി എടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഒരു ശകലം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കുറുകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് നമുക്കതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ ഫ്ലെയിം ഇനി ഓഫ് ചെയ്തേക്കുക. ഒരുപാട് ചമ്മന്തി ഒരുപാട് ചൂടായി തിളക്കിയൊന്നും വേണ്ട. ഇപ്പം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ റെഡി. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തേങ്ങാ ചട്നി റെഡി. ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കൽ അടുപ്പത്തേക്ക് വെച്ചു. ചൂടാവട്ടെ. അപ്പം നമ്മുടെ ദോശക്കല്ല് ഇവിടെ ചൂടായത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ദോശമാവിലേക്ക് നെയ്യും ഓയിലും കൂടി എണ്ണ കൂടി മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല. ദോശക്കല്ല് എണ്ണ തൂക്കാവുന്നത് കൊണ്ട് ഞാൻ ശകലം നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തതാണിത്. നെയ്യ് തന്നെയല്ല കേട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കല്ലിൽ എണ്ണ വരട്ടുന്ന ഇഷ്ടമെങ്കിൽ കല്ലിൽ എണ്ണ വരട്ടിയിട്ട് എടുക്കാം. അപ്പം നെയ്യ് ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും ഓയിലും കൂടെ മിക്സ് ആണേ. തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും കഴിച്ച് നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് പ്ലേറ്റിലേക്ക് നമ്മുടെ റാഗി ദോശ എടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ ചട്നി. ചട്നി കൂടെ എടുക്കുക. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂട് ദോശയും നല്ല ചൂട് തേങ്ങാ ചട്നി. കിരാതം. നമ്മൾ വെറുതെ ഇഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരച്ച് പച്ചരി ഉഴുന്നൊക്കെ ചേർത്ത് കഴിക്കുക. ഇത് ഹെൽത്തിനും വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ്. തലേദിവസം ഒന്നും അരച്ച് വെക്കേണ്ട കാര്യമില്ല. അടിപൊളിയാണ്. സൂപ്പർ. അപ്പം എല്ലാവരും റാഗി ദോശ ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് നമുക്ക് പൊടി വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തേങ്ങാ ചട്നി അരച്ച് എടുത്തിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.